ശരിയായ രക്ഷാകർതൃത്വം നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ നഞ്ഞ് പോണ വൈക്ക് തൊളിക്കുക എന്നൊരു വർത്തമാനം പറഞ്ഞ് കഴിച്ചിലാകണ കുറേ ആളുകൾ സാധാരണ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ മക്കൾ കുറച്ചൊരു പ്രായമായി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, മദ്രസയിൽ ഓനെ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇനി ഓനോ എൻ്റെ പാട്ടിലാകട്ടെ, ഓനോ എൻ്റെ വൈക്ക് പോകട്ടെ, അവൻ അവൻ്റെ രീതി സ്വീകരിക്കട്ടെ എന്ന് പറയുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും മക്കളോട് പിണങ്ങി ജീവിക്കണവരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് പറഞ്ഞത്, മോന് വന്ന് വാപ്പ ഭക്ഷണം കഴിക്കണോടത്തിരുന്ന വാപ്പ എണീറ്റ് പോകും, മോനെ 100% നിരാകരിച്ചുകൊണ്ടാണ് വാപ്പ ജീവിക്കുന്നത്. പ്രായം കൊണ്ടും ഒക്കെ അവൻ്റെ 18ലും 19ലൊക്കെ കാണിക്കുന്ന ചില സ്വഭാവ പ്രശ്നങ്ങൾ അത് ഭയങ്കര ഒരു വിഷയമാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ആ കുട്ടിയായിട്ട് ഇനി സംസാരമേ ഇല്ല എന്ന് തീരുമാനിക്കുന്നവരൊക്കെ ഉണ്ടാകാറുണ്ട്. കുറേ കാരണങ്ങൾ നമുക്ക് പറയാം. പക്ഷേ 3 കാരണങ്ങൾ കൊണ്ട് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മകനിനി ഏത് പ്രായത്തിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും അവൻ്റെ ദീനിൻ്റെയും ദുനിയാവിൻ്റെയൊക്കെ കാര്യത്തിൽ ശരിയായ ശ്രദ്ധ ആവശ്യമുണ്ട്. എല്ലാ ഘട്ടത്തിലും ഒരേപോലെ ആകൂല എന്ന് മാത്രം. ഖുർആൻ പറഞ്ഞു അതിൻ്റെ ഒരു കാരണം, ഇന്നമാ അംവാലുക്കും വൗലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ്. നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസയും നിങ്ങളുടെ തോട്ടവും പറമ്പും നിങ്ങളുടെ ബിൽഡിങ്ങും സെറ്റപ്പും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷണമാണ്. അതേപോലെ നിങ്ങൾക്ക് ഉണ്ടായ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം, അള്ളാഹുവിൻ്റെ അടുത്ത് ആണ് യഥാർത്ഥ പ്രതിഫലം ഇരിക്കുന്നത്. അപ്പം ഈ സമ്പത്തിൻ്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും നിങ്ങൾക്കുള്ള പരീക്ഷണങ്ങളെ അതിജയിച്ചും അതിജീവിച്ചും നിങ്ങൾ ആ കൂലി നേടണം. സമ്പത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹ് തന്ന പരീക്ഷണം ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അതിൻ്റെ സക്കാത്ത് കൊടുത്തു വിട്ടുക, സഹായിക്കേണ്ടവനെ നമുക്ക് സാധിക്കുന്ന അർത്ഥത്തിൽ സഹായിക്കുക, അതിൽ ദൂർത്തില്ലാതിരിക്കുക, അതിൽ പിശുക്കില്ലാതിരിക്കുക. ഇങ്ങനെ ഒരു ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ആ ഒരു ഉറുപ്പ്യം ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അതിൽ സക്കാത്തിൻ്റെ ഭാഗമുണ്ടോ ഉണ്ടെങ്കിൽ കൊടുക്കണം. ഇനി സക്കാത്തൊന്നുമില്ല വിചാരിക്കുക, കണക്കൂട്ടിയപ്പോൾ സക്കാത്തൊന്നുമില്ല, പക്ഷെ അനിയൻ, സഹോദരി, അയൽവാസി, ബന്ധു പ്രയാസത്തിലാണ്, അല്ലെങ്കിൽ ദീനിയായൊരു സംരംഭം, നമ്മൾ നിസ്കരിക്കണ പള്ളി, അവിടേക്ക് അതിന്ന് ഒരു ഉറുപ്പ്യന്ന് ഒരു പൈസയാണ് കൊടുക്കാൻ പറ്റണമെങ്കിൽ കൊടുക്കുക. ദൂർത്ത് കാണിക്കാതിരിക്കുക. ഉള്ള പൈസനേക്കാളും അമിതമായി ചെലവാക്കി സോഷ്യൽ സ്റ്റാറ്റസും സമൂഹം എന്തു പറയും, ആൾക്കാരെ വലിയ ബേജാറ് എപ്പോഴത്തേക്കാണ്, ആൾക്കാരെന്താ പറയാ അല്ലേ, ആൾക്കാരെന്താ പറയാ എന്നുള്ളതായിരിക്കും പലപ്പോഴും. അതല്ലെങ്കിൽ പിശുക്ക് കാണിക്കുക, കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതിരിക്കുക. ഇതാണ് ധനവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനം. മക്കളുമായി ബന്ധപ്പെട്ടതോ മക്കളെ ശരിയായ ദിശയിൽ വളർത്തുക എന്നുള്ളതാണ്, പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യഥാർത്ഥ രക്ഷാകർതൃത്വം വേണം. കുട്ടികളും മക്കളൊക്കെ ഉണ്ടായാൽ കാലത്തിനനുസരിച്ച് അവരുടെ അടുത്ത് പലജാതി പരിപാടിയും കാണും. അതിലൊക്കെ നിരാശപ്പെട്ട് തോറ്റു പിന്മാറല്ല വേണ്ടത്. അവസാന ശ്വാസം വരെയും സക്കറാത്തിലേക്ക് മറിഞ്ഞു വീഴുമ്പോഴും അവൻ അടുത്ത് വിളിച്ചിട്ട് പല കുട്ടി അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത് എന്ന് പറയുന്ന ഒരു മനസ്ഥിതി വേണമെന്നുള്ളതിൻ്റെ ഒരു ന്യായമാണ്. ഇനി രണ്ടാമത്തത്, സൂറത്ത് ഇസ്രായേൽ ഖുർആൻ പറഞ്ഞ കാര്യം, റബ്ബി റഹമുഹുമാ കമാ റബ്ബയാനി സഗീറ. പഠിച്ചോനെ, എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ എന്നോട് കാരുണ്യം കാണിച്ച് എന്നെ വളർത്തിയത്, അതുപോലെ നീ അവരെ പ്രായമാകുമ്പോൾ അവർക്ക് നീ അതേപോലത്തെ ഒരവസ്ഥ കൊടുക്കണം, അല്ലെങ്കിൽ അതേപോലെ ഇടപെടാനും ഒക്കെ എനിക്ക് തോഫീക്ക് തരണം എന്നാണ് ആ പ്രാർത്ഥനൻ്റെ വേറൊരർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കമാന്നുണ്ട്. എങ്ങനെയാണോ ചെറുപ്പത്തിൽ കൊടുത്തത് അതേപോലെ വലുപ്പത്തിൽ കിട്ടുള്ളൂ. പ്രാർത്ഥനയിൽ തന്നെ അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? കുഞ്ഞായ നാളിൽ അവനിങ്ങനെ കൈ ഉയർത്തിയിട്ട് പിന്നീട് അവൻ പ്രായമായി വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തിരക്കുകൾക്കും നമ്മുടെ ബഹളങ്ങൾക്കും നമ്മുടെ അലച്ചിലുകൾക്കും നമ്മളുടെ പ്രാരാബ്ധതകൾക്കും ഇടയിൽ അവൾക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്ന, പൂർത്തീകരിച്ച് കൊടുക്കേണ്ടിയിരുന്ന, നിർവഹിച്ചു കൊടുക്കേണ്ടിയിരുന്ന കാര്യങ്ങളുണ്ടാകും. നിർവഹിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളിൽ ഫർളുകളുണ്ട്, മുസ്തഹബുകളുണ്ട്, സുന്നത്തുകളുണ്ട്, നമ്മൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് അവലോകനം നടത്തി ശരിയാവിധം ചെയ്തിട്ടില്ലെങ്കിൽ മക്കളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ പ്രാർത്ഥന പോലും നമുക്ക് ബാധ്യതയായി മാറും. അതുകൊണ്ട് പാരൻറ്റിങ് എന്നുള്ളത്, ശരിയായ രക്ഷാകർതൃത്വം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആ മക്കളുടെ പ്രാർത്ഥന നമുക്ക് എതിരായി ഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നിരാശപ്പെടലും തളരലും ഒഴിവാക്കലൊന്നുമല്ല പരിഹാരം കേട്ടോ. അതൊന്നുമല്ല പരിഹാരം. ഒക്കെ പരീക്ഷണങ്ങളാണ് മക്കളുടെ കാര്യത്തിൽ. അവരുടെ ദേഷ്യം പിടിക്കൽ, അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന തെറ്റായ കാര്യങ്ങൾ,
സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്ദർഭങ്ങൾ, ഇങ്ങനെ അവരുടെ രോഗങ്ങൾ, അങ്ങനെയുള്ള ഏതും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ എങ്ങനെയാണ് നീ നേരിടുന്നത്, ഇതിനൊക്കെ എങ്ങനെയാണ് നീ കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തരുന്ന പരീക്ഷണമാണ്. അതിൽ നിരാശപ്പെടലല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഇനി മാത്രമല്ല, മരണത്തിന് ശേഷം ഒരിക്കലും നമ്മളെ പറമ്പ് നമ്മൾ കൊണ്ടുപോകില്ല, നമ്മളെ അക്കൗണ്ടിലെ പൈസയും നമ്മൾ കൊണ്ടുപോകില്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി നമ്മൾ കൊണ്ടുപോകില്ല. 3 കാര്യം മയ്യത്തും കട്ടിലിൻ്റെ കൂടെ പോകുള്ളൂ. അതിലൊന്ന് എന്താണ്? അതിലൊന്നാമത്തത് സ്വതക്കത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സ്വതക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൽപ്പെടും. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ പള്ളിൻ്റെ കളക്ഷൻ നടത്തുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 10 സ്ക്വയർ ഫീറ്റ് കൊടുക്കട്ടെ, ഒന്ന് കഷ്ടപ്പെട്ട് ഞെരുങ്ങി 2-3 ഘട്ടമായിട്ട് അതൊന്ന് കൊടുത്തു തീർത്തു, അല്ലെങ്കിൽ 5 ഘട്ടമായിട്ടാണ് കൊടുത്തു തീർത്തു വിചാരിക്കുക, അല്ലെങ്കിൽ എല്ലാ മാസവും ഓരോ സ്ക്വയർ ഫീറ്റ് കൊടുത്താൽ തീർത്തു വിചാരിക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഉണ്ടാവും. അത് കുറച്ച് നിരങ്ങിയും പ്രയാസപ്പെട്ടും കൊടുത്തതാണെങ്കിൽ കൂടുതലുണ്ടാവും. അതാണ് സ്വതക്ക ജാരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കിണർ കുത്തി കൊടുത്തു, അല്ലെങ്കിൽ നമ്മളടുത്തുള്ള കിണർ അത് എല്ലാവർക്കും കൂടി ഉള്ളതാണെന്ന് പറഞ്ഞു, സ്വത്തോഹരി വെക്കുമ്പോൾ തന്നെ പറഞ്ഞത് എല്ലാവർക്കും കൂടി ഉള്ളതാണ്, എല്ലാവരും ആര് വേണമെങ്കിലും കുടിച്ചോട്ടെ, ആരും അധികാരം പ്രയോഗിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു വിചാരിക്കുക. ഇനി രണ്ടാമത്തത് ഇൽമു യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന വിജ്ഞാനം. നമ്മൾ ഉപകാരപ്പെടുന്ന ഒരു ഇൽമി നമുക്ക് കിട്ടി, അത് വേറുള്ളവർക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ അത് ആളുകൾ കൈമാറി ഇങ്ങനെ പോയി. അപ്പോൾ അത് ആരൊക്കെ 1 കോടി മനുഷ്യർ ചെയ്ത അതിൻ്റെ കൂലിയൊക്കെ ആ ചെയ്ത ആദ്യം അത് പഠിപ്പിച്ചെടുത്ത വ്യക്തിക്കുണ്ടാകും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് എല്ലാവർക്കും ഉണ്ടാകും. അതാണ് ഇൽമു യുൻതഫഉ ബിഹി. പിന്നെ ഇപ്പം മദ്രസ എന്നുള്ളത് ഇൽമു യുൻതഫഉ ബിഹിയാണ്. ഒരു ഖുർആൻ എന്നുള്ളത് ഇൽമു യുൻതഫഉ ബിഹിയാണ്. ഒരു ലഘുലേഖ ഒരാളെടുത്ത് കൊടുക്കുക എന്നുള്ളത് ഇൽമു യുൻതഫഉ ബിഹിയാണ്. അയാൾ അതിന്ന് ഒരു കാര്യം മനസ്സിലാക്കിയത് അത് അടുത്ത ആൾക്ക് ആ കാര്യം പറഞ്ഞു കൊടുത്താൽ അത് പുണ്യകരമായി ഭവിക്കും. വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം 3-ാമത്തതാണ്. ഇപ്പോൾ വലദുൻ സ്വാലിഹു യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മോന്. അപ്പോൾ നമുക്കങ്ങനെ ഒരു മോന് വേണം. നമ്മളെ കുട്ടി നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളാകണം. എവിടെയാണെങ്കിലും ഏത് നേരത്താണെങ്കിലും എപ്പോഴാണെങ്കിലും കൊല്ലത്തിലൊരിക്കൽ ആണ്ട് എന്നും പറഞ്ഞിട്ട് വാപ്പാൻ്റെ പേരിലൊരു പരിപാടിയൊക്കെ നടത്തിയിട്ട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല. അങ്ങനെയാണെങ്കിൽ മദീന പള്ളിയിൽ ആണ്ടില്ലാത്ത വല്ല ദിവസം ഉണ്ടാവും? നമ്മൾ ചരിത്രത്തിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഇതിനോടൊന്നും വിരോധം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ദീനിൽ വേണം, ദീനിലില്ലാത്ത നമുക്ക് ചെയ്യാൻ പറ്റില്ല. മതം പഠിപ്പിക്കാത്തത് ചെയ്യാൻ നമുക്ക് നിർവാഹമല്ല. അത് വാപ്പാനോടും ഉമ്മാനോടും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. വാപ്പാനോടും ഉമ്മാനോടും സ്നേഹമുള്ളവർക്ക് വാപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി സ്വതക്ക കൊടുക്കുക, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമല്ല അല്ലേ? സ്വതക്ക കൊടുക്കണതിന് യാതൊരു തകരാറുമില്ല. പക്ഷെ അതിനൊരു പ്രത്യേക ദിവസവും സമയവും നിശ്ചയിക്കും. എൻ്റെ വകുപ്പ് മാറി, അത് അള്ളാഹുവിൻ്റെ ദീനിൽ വേറെ ശറഅ നമ്മൾ ഉണ്ടാക്കലാണ്. അത് പറ്റൂല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാകണം. അപ്പം ആ മോൻ അങ്ങനെയായി വളരാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറേ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഏത് പ്രായത്തിലുള്ള രക്ഷിതാവാണെങ്കിലും, ഇനി വിവാഹം കഴിക്കാത്ത വിവാഹത്തിലേക്ക് എത്തുന്നവരാണെങ്കിലൊക്കെ ഈ ഒരു വിഷയമേറെ പ്രാധാന്യമുള്ളതാണ്, പ്രസക്തി ഉള്ളതാണ്. നമ്മളെ മക്കൾ നിലവിലുള്ള സമൂഹത്തിൽ നടക്കുന്ന കെണികളിലൊക്കെ പെടാതിരിക്കാൻ എന്താ ചെയ്യുക? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എന്താ ചെയ്യുക? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് പറയാൻ വിചാരിക്കുന്നത്. സമൂഹത്തിൽ പലജാതി കെണികളുണ്ട്. ആ കെണികളിലൊന്നും നമ്മുടെ കുട്ടികൾ പെടരുത്. ചില അടിസ്ഥാനങ്ങൾ നമ്മൾ നിർവഹിച്ച ബാക്കി പടച്ചോൻ്റെ തൗഫീഖാണ്, ഹിദായത്ത് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തരേണ്ടതാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അബൂ ത്വാലിബിന് ഇസ്ലാം കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയൊക്കെ പരിശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. അദ്ദേഹം വിശ്വാസിയല്ലാതെ മരണപ്പെട്ടു പോയി. നരകത്തിൽ 2 ചെരുപ്പ് കൊടുക്കുന്നതാണ്. ആ ചെരുപ്പ് ധരിച്ചാൽ തലയിൽ നിന്നിങ്ങനെ തീനാളങ്ങൾ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ ത്വാലിബിനാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളം സ്നേഹിച്ചു. പക്ഷേ തൗഹീദ് കിട്ടിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിൽ തെറ്റുപറ്റി. അതിൽ തെറ്റുപറ്റിയത് ആരാണെങ്കിലും ഒരു രക്ഷപ്പെടില്ല, ആരാണെങ്കിലും. അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വാപ്പാക്ക് വേണ്ടി ശുപാർശ പറഞ്ഞിട്ട് വാപ്പാക്ക് കിട്ടിയില്ലല്ലോ അല്ലേ? വാപ്പാക്ക് വേണ്ടി ശുപാർശ പറഞ്ഞു, പഠിച്ചവനെ എൻ്റെ വാപ്പ നരകത്ത് പോകണത് എനിക്ക് അപമാനമാണ്, വാപ്പാക്ക് സ്വർഗം കൊടുക്കണേ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്ത്? അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ വാപ്പാനൊരു നികൃഷ്ട ജീവിയാക്കി നരകത്തിലേക്ക് വാപ്പ മറിഞ്ഞു പോണത് കാണിച്ചു കൊടുത്തിട്ട് മനുഷ്യ ചരിത്രത്തോട് പറഞ്ഞു, ഒരു ഷെയ്ഖും ഒരു കോജി ഒരു ബീവിയും രക്ഷിക്കൂല. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യൻ അവൻ്റെ പരിശ്രമങ്ങളെ ഉണ്ടാവുകയുള്ളൂ. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബതും. മുമ്പ് കഴിഞ്ഞവരൊക്കെ നരകത്തിലാണോ സ്വർഗത്തിലാണോ നിങ്ങൾ നോക്കണ്ട,
അവർ ചെയ്തതിനുള്ളത് അവർക്ക് കിട്ടും, നിങ്ങൾ ചെയ്തതിനുള്ളത് നിങ്ങൾക്ക് കിട്ടും. അല്ലെ, അല്ലാത്ത സിർവാസിറത്തൻ വിസറ ഉഖറ, ഒരാളും വേറൊരാളുടെ പാപഭാരങ്ങൾ വഹിക്കുകയില്ല. അതുകൊണ്ടാണ് ഫാത്തിമ ബീവിനോട് പറഞ്ഞത്, ഫാത്തിമ നീ എൻ്റെ കരളിൻ്റെ കഷ്ണനാണ്. ഉപ്പാൻ്റെ കുട്ടി ഉപ്പാനോട് ദുന്യാവെന്ന് ചോദിച്ചോ, പരലോകത്തൊന്ന് ചോദിക്കരുത്. ദുന്യാവിൽ എന്താ ഉള്ള ഒന്നുമില്ല. 3 മാസം തുടർച്ചയായി പട്ടിണി കിടന്ന വീടാ റസൂലുള്ളാഹിന്റെ വീട്. 3 മാസം തുടർച്ചയായി നോമ്പെടുത്ത വീടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്. ആ വീട്ടിൽ ജീവിക്കുമ്പോഴും ദുന്യാവിൻ്റെത് ചോദിച്ചോ, ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് തരാം, ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാൽ കിട്ടും, പക്ഷേ പരലോകത്ത് എനിക്ക് വാങ്ങിത്തരാൻ പറ്റൂല എന്നാണ്. ആ ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. ആ അസലാണ്ട് ഓർത്താൽ നമുക്ക് വേഗം തിരുത്താൻ പറ്റും, നമുക്ക് നിലപാടെടുക്കാൻ പറ്റും, പിന്നെ നമുക്ക് നാട്ടുകാരെ പേടിക്കേണ്ടി വരില്ല. അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട് മക്കളുടെ കാര്യത്തിൽ. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യം അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് സംസാരം തുടരാം. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. ഇന്നത്തെ കാലത്ത് എന്തെല്ലാമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഉള്ളുരുകി പടച്ചോനോട് പറയലുണ്ടോ, പടച്ചോനെ എൻ്റെ കുട്ടി ഇങ്ങനത്തെ കെണികളിൽ നിന്നും പെടുന്നൊരവസ്ഥ തരല്ലേ. കുറച്ച് കുട്ടികൾ ചേർന്നൊരു കുട്ടീനെ തച്ചാണ്ട് കൊന്നു, അങ്ങനത്തെ ഒരു കൊലയാളിയാക്കി എൻ്റെ മോനെ നീ മാറ്റല്ലേ. സ്വന്തം അനിയൻ കുട്ടിനെ അടിച്ചു കൊന്നു, ഉമ്മാനെയും കൊല്ലാൻ നോക്കി. അവസാനം വാപ്പിയമ്മയും ബാക്കി കഴിഞ്ഞാൽ വീട്ടിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവർ മീഡിയകൾക്ക് ബൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പോലും അത് കേൾക്കുമ്പോൾ ഒരു ബന്ധം അവരോടില്ലെങ്കിലും നമ്മളെ കണ്ണ് നിറയുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഒരു മനസ്സിലിങ്ങനെ പതഞ്ഞു പൊങ്ങുന്ന, പടച്ചവനെ മാത്രം ഇങ്ങനെ ഓർത്തിട്ട് നിറമെഴികളോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വരുന്നുണ്ടോ? വെറുതെ ചിന്തിച്ചു നോക്ക്. അജസുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അശക്തൻ ആരറിയും? ജനങ്ങളിൽ ഏറ്റവും അശക്തൻ പ്രാർത്ഥിക്കാൻ കഴിയാത്തവനാ. പ്രാർത്ഥിക്കാനിരുന്ന 2 മിനിറ്റ് കൊണ്ട് അങ്ങനെ നിൽക്കും, ഒന്നും എവിടെ എത്തൂല. പിന്നെ അങ്ങനെ അശ്രദ്ധമായിട്ടുണ്ട് പോകും, പിന്നെ എണീറ്റുകൊണ്ട് പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണോ നമ്മളുടേത്? നോക്കൂ നിങ്ങൾ, 3 പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ദഅവത്തുൽ വാലിദി ലി വലദിഹി, വാപ്പി ഇമ്മിയും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. അങ്ങനെ വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കലുണ്ടോ? നമ്മൾ പലരോടും പ്രാർത്ഥിക്കാൻ പറയും, മത പണ്ഡിതന്മാരോട് ഉസ്താദുമാരോടൊക്കെ ഉസ്താദെ പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറയും, അല്ലേ? യഥാർത്ഥത്തിൽ നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞാൽ പഠിച്ചോൻ കേൾക്കണ അത്രേ ഈ പറഞ്ഞ ഉസ്താദ് പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടോളന്നില്ല. നമ്മൾ അതിന് സമയമെടുത്ത് ദുആ ചെയ്യാറുണ്ടോ? ഓരോ വിഷയങ്ങളും റബ്ബിനോട് പറയാറുണ്ടോ? ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. നമ്മൾ പല യാത്രയും നടത്തലുണ്ട്, നമ്മളെ ദീനുമായിട്ട് ബന്ധപ്പെട്ടതും ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതും എന്തൊക്കെ കാര്യം പറയാനുണ്ട്. പക്ഷേ ആ യാത്ര ക്ഷീണമുള്ള, പരിശ്രമമുള്ള, ത്യാഗമുള്ള യാത്രകൾ എങ്ങനെ അവസാനിക്കലാണ്. മൂന്നാമത്തെ ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന. നോക്ക് നിങ്ങൾ, പ്രവാചകന്മാർ പോലും അങ്ങനെയായിരുന്നു. എന്താ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന? എന്താ? മക്കളെ കിട്ടുമ്പോൾ തന്നെ അതിലൊരു വലിയ സംഗതി ഉണ്ട്. എന്താ? വസക്കരിയ ഇദ് നാദാ റബ്ബഹു, സക്കരിയ അലൈഹിസ്സലാം അള്ളാഹിനെ വിളിച്ചു, റബ്ബി ലാ തദർനി ഫർദ, നീ എന്നെ ഒറ്റക്കാക്കല്ല പഠിച്ചോനെ, അൻത ഖൈറുൽ വാരിസീൻ, നീയാണ് ഏറ്റവും വലിയ അനന്തരാവകാശികളൊക്കെ കൊടുക്കണോൻ, അനന്തരാവകാശികളൊക്കെ ഉള്ളവനൊക്കെ നീയാണ്. അപ്പം എന്നെ നീ ഒറ്റക്കാക്കല്ല പഠിച്ചോനെ എന്നാണ്. എനിക്ക് മക്കളെ വേണേ പഠിച്ചോനെ എന്ന് അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആദ്യം പ്രാർത്ഥിച്ചത്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, എനിക്ക് നല്ല കുട്ടിനെ കൊണ്ടാ, അല്ലേ? കയ്യിനും കാലിനൊന്നും കോറുങ്ങേടില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത കുട്ടിനെ തരണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കുട്ടി കയ്യിൽ വരുമ്പോൾ ഈ പ്രായമായ ഉമ്മമാരൊക്കെ വന്നിട്ട് ആദ്യം കുട്ടിൻ്റെ വിരലൊക്കെ ഒന്ന് നോക്കും, മുഖമൊക്കെ ഒന്ന് നോക്കും, അല്ലെ ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഒന്ന് നോക്കും. നമ്മൾ ഭയങ്കര ആശ്വാസമാണ്. പഠിച്ചോനെ ഈ കുട്ടി വലുതായിട്ട് ഈ കോർങ്ങേടില്ലാത്ത, മലപ്പുറത്തെ വെട്ടത്തൂരത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോർങ്ങേടും ഇല്ലാത്ത ഈ കയ്യിൽ കത്തിയെടുത്തിട്ടോ കുത്തുണൊരു കുട്ടിയാകരുത് എന്ന് നമുക്ക് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, എന്ന് നമുക്ക് എത്രത്തോളം ആലോചിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ദുർരിയത്ത് ത്വയ്യിബ് കിട്ടാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വാലിഹായ സന്താനത്തെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അല്ലേ? സ്വാലിഹായ കുട്ടിയെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് എന്തിനാ? ഇബ്രാഹിം നബി സ്വലാം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബനി വബനി അൻ അഅ്ബുദൽ അസ്നാം, അദ്ദേഹം മകൻ ജീവിക്കുന്ന നാടിന് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചു, മക്കൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചു. ഇതൊരു നിർഭയത്വമുള്ള നാടാക്കണേ പഠിച്ചോനെ. ആർക്കൊക്കെ എന്തൊക്കെ പൂതിയുണ്ട് മക്കൻ്റെ മേലെ, എന്താ ആർക്കും അടുക്കാൻ കഴിയാത്തത്? എന്താ ആരും അങ്ങോട്ട് ഓങ്ങാത്തത്? എന്താ പറ്റാത്തത്? അത് പടച്ച റബ്ബ് ഒരുക്കിയ ഒരു സുരക്ഷിതത്വമാണ്. ഇനി കഅബയെ തകർക്കപ്പെടുന്ന ഒരു ദിവസം വരുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും കാണേണ്ട അവസ്ഥ അള്ളാഹു നമുക്ക് തരാതിരിക്കുമാറാകട്ടെ. അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കഅബാലയം
ആക്രമിക്കപ്പെടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, വജുനുബിനിയോ ബനിയാൻ അബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്തതികളെയും നീ വിഗ്രഹാരാധനയിൽ നിന്ന് കാക്കണേന്ന്. നമ്മൾ വാപ്പിയും വാപ്പാൻ്റെ വാപ്പിയൊക്കെ എടുത്ത നിലപാടിലാണ് പോന്നാൽ നേരെ ഡയറക്റ്റ് സ്വർഗത്തേക്ക് എന്നാണ് എവിടെയോ നമ്മൾ പറഞ്ഞു പറ്റിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വിശ്വാസം ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വാപ്പുണ്ടാക്കുന്ന വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ കോടാലി ചാർത്തിയിട്ട്, വിഗ്രഹങ്ങൾ ഉടച്ചതിൻ്റെ ശേഷം കോടാലി ചാർത്തിയിട്ട് വലിയ ആളായിരിക്കും ഇത് ചെയ്തത് എന്ന് അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അദ്ദേഹമാണ് ഈ പറയണത് എന്നെ നീ വിഗ്രഹാരാധന കാക്കണേ. ഞമ്മക്കാണെങ്കിലോ നമ്മളടുത്ത് ശിർക്ക് വരണീലും നമ്മളെ മക്കളെടുത്ത് വിശ്വാസ വ്യതിയാനം വരണീലും ഒന്നും ഒരു പേടിയില്ല. ഇന്നേ വരെ പേടിച്ചിട്ടുണ്ട്. നമ്മൾ അറ്റാക്ക് വരുന്ന പേടിച്ചിട്ടുണ്ടാവും, കിഡ്നി അടിച്ചു പോകുന്ന പേടിച്ചിട്ടുണ്ടാകും, അല്ലേ? ഇതൊക്കെ നമ്മൾ പേടിച്ചിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ വിശ്വാസത്തിൽ പ്രശ്നം വരിക, എന്നിട്ട് എനിക്കത് മനസ്സിലാകാതിരിക്കുക, എന്നിട്ട് ഞാൻ മരിച്ചു പോവുക, നാട്ടുകാരൊക്കെ എന്നെ ഞാൻ മുസ്ലിമാണെന്നുള്ളവർക്ക് മറവി ചെയ്യുക. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പല ജാതി യൂട്യൂബ് ചാനലും അവിടെ ഇവിടെയൊക്കെ യുക്തിവാദികളുടെ സ്പീച്ചൊക്കെ കേട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായി, മനസ്സിലൊരു വിമ്മിഷ്ടമുണ്ടായി. എത്ര മനുഷ്യന്മാർ മരിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. കോളേജിക്ക് പോയപ്പോൾ മുഅ്മിനായിരുന്നു, കോളേജിൽ നിന്ന് വന്നപ്പോൾ കാഫിറായിന്ന മക്കളെ ഭാഷയ്ക്ക് പറഞ്ഞ അതിൻ്റെ അർത്ഥം. അവിടുന്ന് അവൻ്റെ ഫ്രണ്ട് അയച്ചു കൊടുത്ത ഒരു ലിങ്കിൽ കുടുങ്ങി. അപ്പം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നിങ്ങനെ പതഞ്ഞു പൊങ്ങുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകളായി മാറുക എന്നുള്ളതാണ്. അവൻ്റെ കയ്യിൽ ആവശ്യമില്ലാത്ത പാക്കും അവൻ്റെ കയ്യിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വരരുത് എന്നുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ്. എന്താ അറിയോ? റബ്ബി ജഅൽനി മുഖീമ സ്വലാത്ത്, എന്നെ നിസ്കാരം നിലനിർത്തണോനാക്കണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ് കേട്ടോ. വളരെ പ്രായം ചെന്നൊരു കാരണവരുണ്ട്. ഇവരെ 2 മക്കൾക്കും മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പറയും ഞങ്ങളെ വാപ്പാക്ക് ഒരു പ്രശ്നമില്ല, മൂപ്പര് നല്ല ഉഷാറുള്ള സുജൂദ് റുക്കും ഒക്കെ. അപ്പോൾ ഞാനിത് തമാശയായിട്ട് മൂപ്പരോട് പറഞ്ഞു, മൗലവി റബ്ബി ജഅൽനി മുഖീമ സ്വലാത്ത്, പടച്ചോനെ എന്നെ നീ നിസ്കാരം നിലനിർത്തണോനാക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയ്ക്കേ ശരിക്ക് കയ്യും കാലൊക്കെ മടക്കി നിർത്തി ശരിക്ക് നിസ്കരിക്കാൻ കഴിയണോനാക്കണേ എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ട്. ഞാനത് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നടത്തുന്ന പ്രാർത്ഥന അതന്നെയാണ്. അത് അൽഹംദുലില്ലാ. ഓൽക്കൊന്നൊരു ശ്രദ്ധയില്ല, എന്താ തിന്നണത് എന്താ കുടിക്കണമെന്നൊരു ഓർമ്മ ഓൽക്കില്ല, അല്ലേ? നമ്മൾ എത്ര ആൾ ആലോചിക്കുന്നുണ്ട്, നമ്മളെ ജീവിതത്തിൽ എത്ര ആൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് കയ്യും കാലൊക്കെ നേരെ മടക്കിച്ച് നിസ്കരിക്കാനൊക്കെ ഉള്ളൊരു തൗഫീഖ് തരണേ. ശാരീരിക പരിമിതി വരുമ്പോൾ ഇരുന്ന് നിസ്കരിക്കുക, പറ്റണമാര് നിസ്കരിക്കുക എന്നുള്ളത് വാജിബാ. ഇപ്പോൾ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു, അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അയാൾ ഭയങ്കര ത്യാഗം സഹിച്ച് സുജൂദ് ചെയ്തതിന് കൂലിയൊന്നും കിട്ടൂല. അയാൾ രോഗിയാണ്, അയാളുടെ രോഗത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് അയാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആ വിഷയത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഇതൊക്കെ ഒരു ആഗ്രഹമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടോ എന്നാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എന്നുള്ള ലിസ്റ്റിൽ ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്താ ഒമിൻ ദുർരിയത്തി, എൻ്റെ മക്കളിൽ നിന്ന് നിസ്കരിക്കണവരാക്കണേ പഠിച്ചോനെ. റബ്ബന വതഖബ്ബൽ ദുആ. ഇത് എപ്പോഴാണ് പ്രാർത്ഥിക്കണ അറിയങ്ങൾ? കഷ്ടപ്പെട്ട് 10-90 വയസ്സുള്ള ഒരു വാപ്പിയും ചെറിയ മോനും, ആ ചെറിയ മോനിങ്ങനെ ആകെയുള്ളൊരു കുട്ടി, അവൻ്റെ തോളിൽ ഇങ്ങനെ കല്ല് കൊണ്ടെന്ന് ഏറ്റിയിട്ട് വാപ്പാക്ക് കൊടുക്കുകയാണ് കഅബാല ഉണ്ടാക്കാൻ. പണിയൊക്കെ കഴിഞ്ഞപ്പോഴായി പ്രാർത്ഥന, റബ്ബന വതഖബ്ബൽ ദുആ. ഞങ്ങളുടെ അടുത്ത് നീ കഅബാല ഉണ്ടാക്കിയത് സ്വീകരിക്കണമെന്ന് മാത്രമല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചതും നീ സ്വീകരിക്കണമെന്നാണ്. അപ്പോൾ പ്രാർത്ഥനയാണ് സുഹൃത്തുക്കളെ ഒന്നാമത്തത്. ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മോനെക്കുറിച്ച് പറയാം, അള്ളാഹിനോട് പറയാം, അല്ലാഹുമ്മ ഇന്നക തഅലമു, പടച്ചോനെ നിനക്കറിയാം, ഇന്നി ഇസ്തഹത്തു ഫീ തഅദീബി വലദി അലി, എൻ്റെ മകൻ അലിനെ ഞാൻ മര്യാദ പഠിപ്പിക്കാനും ചിട്ടയുള്ളവനാക്കാനും വേണ്ടതൊക്കെ ഞാൻ ചെയ്തു എന്ന് നിനക്കറിയാം. ഫലം മസ്തത്തെ, എനിക്ക് പറ്റൂല, എനിക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ എനിക്ക് അവനെ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ മകനെ എനിക്ക് നീ, എൻ്റെ മോനെ എനിക്ക് നീ അദബുള്ളവനാക്കി തിരിച്ചേൽപ്പിക്കണേ. ആരാ? ഫുളൈൽ ബിൻ ഇയാദ് എന്ന് പറഞ്ഞ ഏറ്റവും പരിത്യാഗമുള്ള, ഏറ്റവും സൂക്ഷ്മമായ ജീവിതം നയിച്ച ചരിത്രത്തിലെ ഒരു മഹാവ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മോനെ ഉദ്ദേശിക്കും വിധം കൈകാര്യം ചെയ്യാൻ പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പം ഞമ്മക്കൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പല്ലേ? പക്ഷെ അദ്ദേഹം കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. മഹാനായ ഇമാം ദഹബി റഹിമഹുല്ല പറയാണ്, എന്താ, ഇന്ന അലിയൻ ഖാന ബഅദഹു മിൻ കിബാരിൽ ഔലിയ, അദ്ദേഹം ഉന്നതരായ ഔലിയാക്കളിൽപ്പെട്ട ആളായിട്ട് പിന്നെ മകൻ അലി മാറി. ഖാന ഖാനിത്തൻ ലില്ലാ, അള്ളാഹിനെ ഏറെ സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു. ഖാശിഅൻ, കീഴൊതുങ്ങി ജീവിക്കുന്ന ആളായിരുന്നു. പിന്നെ വഹാദ മിൻ ദുആഇ അബീഹി ലഹു, വാപ്പ മോന് വേണ്ടി നടത്തിയ പ്രാർത്ഥന കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം എതിരിൽ പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതാണ്. വലാ തദ്ഉ അലാ അൻഫുസിക്കും,
നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദുഉ അലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദുഉ അലാ ഖദമിക്കും, നിങ്ങൾ നിങ്ങളെ സേവിക്കാമെന്ന ജോലിക്കാർക്കും ജീവനക്കാർക്കും എതിരിൽ പ്രാർത്ഥിക്കരുത്. കാരണം ലാ തുവാഫിഖു മിനല്ലാഹി തആല സഅതൻ യുസ്അലു ഫിഹാ അതാഉൻ ഫയസ്തജീബ ലക്കും, ചില പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ഈ വാക്കുകളൊക്കെ പ്രാർത്ഥനയായിട്ട് മാറിയാൽ പിന്നെ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതെന്താ, നമ്മളിങ്ങനെ പടച്ചോനെ എൻ്റെ മോനെ നശിപ്പിക്കണമെന്നൊന്നും പറയില്ല. പക്ഷേ നമ്മളൊരു വൈകാരികതയിൽ ചിലപ്പോൾ പറഞ്ഞു പോകും, നീ നന്നാവൂലടാ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകും. അധ്യാപകർ പറയും, അതേപോലെ തന്നെ രക്ഷിതാക്കൾ പറയും. ആ വാക്കുകളൊക്കെ ഒരു പ്രാർത്ഥനയായിട്ട് ചിലപ്പോൾ പടച്ചോൻ പരിഗണിക്കും. കാരണം മാതാപിതാക്കളെ മാനിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെ പറയുന്ന മക്കളുടെ ബാധ്യതയാണ്. മാതാപിതാക്കൾക്ക് എന്തൊക്കെ കുറവും എന്തൊക്കെ പരിമിതി ഉണ്ടെങ്കിലും അത് മക്കളുടെ കടമയും ബാധ്യതയുമാണ്. ആ കടമയും ബാധ്യതയും അവർ നിർവഹിക്കുമ്പോൾ അവരെടുത്ത് വരുന്ന വീഴ്ചകൾ അത് ഗൗരവപൂർവം പരിഗണിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമായ ഒരു തലാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാതൃക കാണിക്കലാണ്. മാതൃക കാണിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ പാരൻറ്റിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ പലപ്പോഴും ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബസ്സിൽ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട പ്രായം കുട്ടിക്കായിട്ടുണ്ടാവും. നമ്മളെന്ത് ചെയ്യും, അത്രയിലേക്കുമ്പോൾ LKG-യിലാണ് അറിയും, സംഭവം 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ കുട്ടി അവിടുന്ന് പഠിക്കണ മാതൃക എന്താ, ബസ്സിലൊക്കെ ആകുമ്പോൾ പൈസൻ്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പഠിക്കുക. ചെറിയൊരു കാര്യമാണ്. നമുക്ക് അവിടെ ഒരു 15 ഉറുപ്പ്യൻ്റെ ചിലവാണ്, അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യണത്, നമ്മളെ കുട്ടീനെ നമ്മൾ നശിപ്പിക്കണത്. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലുണ്ടാവും, പുറത്ത് ഞാനിവിടെ അല്ലാതെ പറഞ്ഞോളാം. ഇതിൽ നിന്നൊക്കെ കുട്ടി യഥാർത്ഥത്തിൽ ഒരു പാഠം യഥാർത്ഥത്തിൽ എടുക്കുന്നുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമ്മൾ തന്നെ പഴം കഴിച്ചിട്ട് നേരെ അതിൻ്റെ തൊലി മുറ്റത്തേക്ക് അല്ലേ, നമ്മൾ തന്നെ ആകെ കാർക്കിച്ചിട്ട് നേരെ മുറ്റത്തേക്ക്. അപ്പം നമ്മളെ മുറ്റാകൊണ്ട് തുപ്പണീന് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ വേറെ സ്ഥലത്തെത്തുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നമ്മൾ തന്നെ പിന്നെ കോഴിൻ്റെ എല്ലിലുള്ളതൊക്കെ ഇങ്ങനെ വെറുതെ രണ്ടാക്കിയിട്ട് അതിമൊക്കെ ഫുഡൊക്കെ അതിമ വേസ്റ്റ് ഉണ്ടാവും. നമ്മളെ പാത്രത്തിൽ തന്നെ എന്താണ് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഓരോ ദിവസം ആവർത്തിച്ച് പറഞ്ഞ് 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 പഠിപ്പിച്ചാണ് പോകേണ്ടത്. അല്ലിമു ഔലാദക്കും അസ്ദിഖ ബിൽ ഖൗലി വൽ ഫിഅൽ, സത്യസന്ധത നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമാണ്. നീ സത്യം പറയണം മോനെ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, സത്യം പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. പരിക്കുള്ള സത്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ അത് മക്കൾ കൂടി അറിയണം. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഇവിടെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് അളക്കാൻ വന്ന ആളോട് 1900 ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ, അതിനൊരു പൈസയാണ്. ഇത് 2100 ഉണ്ട് പറഞ്ഞാൽ പൈസ കൂടും. അപ്പം നമുക്ക് ഇതിൽ കൂടെ 20,000 ഉറുപ്പ്യ പോയി. നമുക്ക് സത്യം പറഞ്ഞാൽ മതി. ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഫൈദ ഹദ്ദസ്തുമൂഹും, നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഫലാ തക്ദിബു അലൈഹിം, അവരോട് നിങ്ങൾ കളവ് പറയരുത്. വൈദ വഅതുമൂഹും, നിങ്ങൾ അവരോട് വാക്ക് പറഞ്ഞാൽ ലാ തുഖ്ലിഫു വഅദക്കും, വാക്ക് നിങ്ങൾ ലംഘിക്കരുത്. എനിക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാന്ന് പറഞ്ഞു, വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ പറയരുത്. കരച്ചിൽ മാറ്റാൻ വേണ്ടി ഓരോ ഓഫർ കൊടുക്കും, പിന്നെ ചെയ്യൂല. അപ്പോൾ വാപ്പാൻ്റെ വാക്കിന് ഉമ്മാൻ്റെ വാക്കിന് വില ഇല്ലാതാകും. അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃബന്ധത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാകും. വാപ്പിയും പബ്ലിക്കായിട്ട് തല്ലൂടും, അടി അല്ലേ, ഒരാൾ വേറൊരാളെ പറ്റിയിട്ട്. അപ്പം 2 പറ്റിയിട്ട് ഒരു മതിപ്പും ഉണ്ടാവില്ല. ഇവരുടെ അടുത്ത് 2 ഒരു വിഷയം പറയാൻ ഇവർക്ക് തോന്നൂല്ല. ടീനേജൊക്കെ കിടക്കുമ്പോൾ അവരുടേതായ സങ്കടങ്ങളും സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ബസ്സിൽ നിന്ന് മോളൊരാൾ തോണ്ടിയിട്ടുണ്ടാവും. അവൾ അതിൻ്റെ കനലെരിയുന്ന മനസ്സുമായിട്ടാണ് വന്നിട്ടുണ്ടാകുക. അത് പറയാനൊരാളെ കിട്ടൂല. അപ്പോഴാണ് ഹായ് മെസ്സേജ് വരിക അപ്പുറത്തുനിന്ന്. അപ്പോഴാണ് അതിലേക്ക് കിടക്കുക. അപ്പോഴാണ് എന്ത് ചെയ്യുക, അപകടങ്ങളിലും കെണികളിലൊക്കെ പെടുക. അപ്പം ആ ഒരു മാതൃകകൾ ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, സ്വലാഹുൽ വാലിദൈനി ബിൽ ഇൽമി വൽ അമൽ മിൻ അഅ്ളമിൽ അസ്ബാബി ലിസ്വലാഹി ഔലാദിഹിം. എന്താ സ്വലാഹുൽ വാലിദൈൻ, മാതാപിതാക്കൾ നന്നാകുക എന്നുള്ളത് എങ്ങനെ നന്നാകുക? ബിൽ ഇൽമി വൽ അമൽ, ഓരോന്നും പഠിച്ച്. അല്ലാതെ നമുക്കൊരു നിലപാടുണ്ടാവും, ആ നിലപാട് ഇസ്ലാമിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാൻ അതിനാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഉദാഹരണം മനസ്സിലാണ് ഉദാഹരണം പറഞ്ഞത്. മോളുടെ വസ്ത്രം മറഞ്ഞാൽ പോരാ, റസൂലുള്ള പറഞ്ഞ പോലെ മറയണം. അവൾ പാൻറ്റും കുപ്പായിട്ട് എന്താ ഡ്രസ്സ് മറഞ്ഞാൽ പോരാ. പാൻറ്റും കുപ്പായ ഇടുക എന്നുള്ളത് പുരുഷന് സ്ത്രീയുടെ വസ്ത്രം ധരിക്കലും സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കലും അള്ളാഹ് ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകളെ ചെത്തിമിനിക്കുക, ഇൽമു കൊണ്ട് ചെത്തിമിനിക്കണം. എന്നിട്ടോ അത് ചെയ്ത് കാണിക്കണം. മിൻ അഅ്ളമിൽ അസ്ബാബി ലി സ്വലാഹി ഔലാദിഹിം, കുട്ടികൾ നേരാകണോടത്ത് ഏറ്റവും വലിയ മാതൃക അതാണ്. വാപ്പാക്ക് പനിയൊക്കെ ഉണ്ട്, ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാലും വാപ്പ എണീറ്റ് ഒളു എടുത്ത് നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? ഉമ്മാക്ക് നല്ല തിരക്കുണ്ട്, ഉമ്മ അവിടെ പൊരിഞ്ഞ പണിയാ കേട്ടോ. അപ്പോൾ ഉടനെ ബാങ്ക് കൊടുത്തു, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നിസ്കരിക്കണമെന്ന് തീരുമാനം എടുത്തു, അവിടെ ഓഫായി.
അടുക്കള ഓഫായി. അങ്ങനെ ശീലാക്കിയാൽ മക്കളെ ഏത് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണെങ്കിലും, ഏത് NIT-യിലാണെങ്കിലും, ഏത് എയിംസിലാണെങ്കിലും, ഏത് കള്ളുടിയൻ്റെ റൂമിലാണെങ്കിലും അവൻ്റെ ഉള്ളിലെ ബയോളജിക്കൽ ക്ലോക്ക് അടിക്കും. ഓൻ പോണ്ടെടുത്തും പോകും, ഓൻ ചെയ്യേണ്ടത് അവൻ ചെയ്യും. അത് ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. അത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾ പരിശീലിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. തംരീനു സുബിയാനി അല ത്വഅ, മക്കളെ വ്യത്യസ്തമായ സൽക്കർമ്മങ്ങൾ തംരീന് കൊടുക്കണം. തംരീനാത്ത് എന്ന് പറയാം അറബിയിൽ. അറബി അധ്യാപകൻ തംരീനാത്ത് ചെയ്തു വരണം. എന്താ? വീട്ടിൽ നിന്നുള്ള ചെയ്ത് പരിശീലിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ അത് പരിശീലിപ്പിച്ചു കൊണ്ടുവരണം. ഇബാദ, ആരാധനകൾ അവരെ ശീലിപ്പിക്കണം. നിസ്കാരം ഇത് പെട്ടെന്നൊരു ദിവസം ഏഴാം വയസ്സാകുമ്പോൾ എന്ത് ചെയ്യൂല? നിസ്കരിച്ചൂല. നമ്മള് മുസല്ലൊക്കെ വാങ്ങിക്കൊടുത്ത് അല്ലേ, നിസ്കരിച്ചിനത്ര നിസ്കരിച്ചോട്ടെ, പൗതി നിസ്കരിച്ചു പോയാൽ കളിയാക്കി ചിരിക്കില്ല. പകുതി നിസ്കരിച്ചു നല്ല കുട്ടിയാണ്, ഇനി ഫുള്ള് നിസ്കരിക്കും അല്ലേ. നമ്മളുടെ കയ്യിൽ തൂങ്ങി അവർ പള്ളിയിൽ വന്ന് ദീന് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അത് അങ്ങനെ തന്നെ ശീലിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പല്ല് തേക്കണത് ശീലിപ്പിച്ചു കൊണ്ടുവരണം എന്നാണ്. പല്ല് തേക്കണതിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. വുളൂഇന്റെ മുമ്പ് പല്ല് തേക്കൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാനത് ഫർളാക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച്. ഒളു പോലെ ആക്കുമായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ പല്ല് തേക്കണം. പല്ല് എങ്ങനെ തേക്കണ്ട്? പല്ല് തേക്കേണ്ട രൂപം അല്ലേ, മുന്നിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ആക്കണം, സൈഡിൽ നിന്നുള്ളത് ഇങ്ങനെ തേക്കണം. അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് പല്ല് നേരെ തേക്കണ രൂപം പഠിപ്പിച്ചു കൊടുക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ വാപ്പി അമ്മയും പല്ല് തേക്കണവരാകണം. ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ആകണം അല്ലേ. മത്സ്യം സ്കൂൾക്ക് കൊടുത്തേക്കാണെങ്കിൽ കൂടെ ബ്രഷും കൂടി കൊടുത്തേക്കണം, അല്ലെങ്കിൽ കൊടുത്തേക്കരുത്. എന്താ മത്സ്യം സ്കൂൾക്ക് മോളെ കൊടുത്തേക്കാത്ത, എൻ്റെ അമ്മ കൊടുത്തേക്കാത്ത എന്താ? അത് ഫ്രണ്ട്സിനൊക്കെ സ്മെല്ലടിക്കും, അപ്പോൾ വന്നിട്ട് കഴിക്കാമെന്നാണ് അമ്മ പറഞ്ഞത്. ഇങ്ങനെ കുട്ടി മറുപടി പറയുന്നിടത്തേക്ക് നമുക്ക് കാര്യങ്ങളെ എത്തിക്കാൻ കഴിയുക എന്നുള്ളത് സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് കുറേ അധികം കാര്യങ്ങളുണ്ട്. 13 കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ പറയാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഈ മക്കളെ വളർത്തുക എന്നുള്ളത് നമ്മൾ ശരിക്കും പഠിച്ചന്നെ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് അത് വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ നിർബന്ധമുള്ള വിഷയങ്ങൾ കയറി വന്നാൽ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയേണ്ടതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് പറയാമില്ലെങ്കിൽ കുറച്ച് സമയം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് കുടുംബിനികളെ കൂടി നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക, പള്ളിയിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഇനി നിർവാഹമല്ല, ഒരിക്കലും കൊണ്ടുവരാൻ നിർവാഹമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഖുത്ബ റെക്കോർഡ് ചെയ്യണത് അത്തരം സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ഖുത്ബനെ കേൾക്കണമെന്നില്ല, ഇതേ വിഷയം പറഞ്ഞ വേറെ ഏതെങ്കിലുമൊക്കെ ഖുത്ബ കേൾക്കുക. നല്ല ക്ലാസ്സുകളുണ്ട് പീസ് റേഡിയോയിലൊക്കെ, തുടർച്ചയായി ഒരുപാട് വിഷയങ്ങൾ. നമ്മളെ യാത്രനെ ഒന്നും ബാധിക്കില്ല. യാത്രയിൽ അങ്ങനെ ഇട്ട് കേട്ട് പോയാൽ മതി. ശരിക്കും നമുക്ക് വിഷയം പഠിക്കാൻ പറ്റും. പഠിച്ചാൽ നമ്മളെ കൈവെള്ളയിൽ ഒതുങ്ങും കുട്ടികൾ, ഒരു പ്രശ്നമില്ല. പടച്ചോൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മളെ കൈവെള്ളയിൽ ഒതുങ്ങും. പക്ഷേ നമ്മളായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അപ്പോൾ ആ വഴിയിലെ നമ്മുടെ ഒരു സ്റ്റെപ്പാണ് നമ്മൾ നോമ്പിന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് 7ാം ക്ലാസ് മുതൽക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു CRE പഠന സംരംഭം ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അവധി കൊടുത്തു. കുട്ടികളൊക്കെ പിന്നെ എന്താ പറയുക, പെരുന്നാളിൻ്റെ തിരക്കിലും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് നമ്മൾ അവധി കൊടുത്തു. അവരെ മടുപ്പിച്ച് കൂട്ടിക്കൊണ്ടിരണ്ട എന്നുള്ള നിലക്ക് നമ്മൾ ക്ലാസ്സിന് വെച്ചാൽ ചിലപ്പോൾ ചില രക്ഷിതാക്കൾ നിർബന്ധപൂർവ്വം പറഞ്ഞേക്കും. അപ്പോൾ അവരുടെ കുറേ സന്തോഷങ്ങൾ, ഇഷ്ടങ്ങൾ അത് ബാധിക്കും. അതുകൊണ്ട് ആ ക്ലാസ് ഒഴിവാക്കിയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ശനിയാഴ്ച രാവിലെ 6:30 മുതൽ 7:30 വരെ ഇവിടെ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ നിസ്കാരമില്ലാത്ത നിസ്കരിക്കാൻ പറ്റാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർ ചെയ്തത്, അവർ ഔലുംകാരിയിൽ ഇരിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവർ ഔലുംകാരിയിൽ ഇരുന്നു, ഇങ്ങോട്ട് കയറാൻ പറ്റുന്നവർ മാത്രം കയറി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് ഒന്നാണ് മാറിയിരുന്ന് ദീന് കേൾക്കാനുള്ള നമ്മളെ മദ്രസയും സെറ്റപ്പൊക്കെ വരുമ്പോൾ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഒരേ ഭാവത്തിലും ഒരേ രീതിയിലും നിർത്തി ഈ ദൗത്യത്തെ വിജയിപ്പിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ അത് നമ്മളെല്ലാവരും മനസ്സ് വെച്ച് പഠിച്ചവൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒന്നും തരാൻ പറ്റാത്തല്ലോ ആത്മാർത്ഥമായിട്ട് അത് ശരിയാൻ വിധം നമ്മൾ ആഗ്രഹിക്കണ പോലെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ അത് വന്നാൽ നമുക്ക് ഒരു പരിമിതിയില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഇരിക്കണ ഓരോ രക്ഷിതാവിനോടും പറയാണ്, കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കി കൊടുക്കണ്ടേ, അങ്ങോട്ട് കൊണ്ടേയാക്കണ്ടേ, അതൊന്നും നിങ്ങൾ ആലോചിക്കല്ലേ. ഏത് കുട്ടിയും എന്ത് കെണിയിലും പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ആ ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. റമദാൻ കഴിഞ്ഞു, എല്ലാ തിങ്കളാഴ്ചയും QHLS ഇവിടെ നടക്കുന്നുണ്ട്.
QHLS നടക്കുന്നുണ്ട്, അതിലും നമുക്ക് ഇൻഷാ അല്ലാഹ് പങ്കെടുക്കുക. മദ്രസൻ്റെ അഡ്മിഷൻ സമയമാണ്. ഈ ഒരു 6-8 മാസം കൂടി ഇവിടുത്തെ പരിമിതികളിലായിരിക്കും നമ്മളെ മദ്രസ ഉണ്ടാകുക. അത് കഴിഞ്ഞാൽ ഇതിനെല്ലാം നമുക്ക് പൂർണ്ണ സൗകര്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ ചേർക്കേണ്ട ആളുകൾ ആ കാര്യം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് യഥാർത്ഥ മുഖ്ലിസുകളായി, മുത്തഖീങ്ങളായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രദേശത്തെ ഒരു മുതിർന്ന കാരണവർ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വഴിയിലേക്ക് ചേരാൻ, മരിക്കും മുമ്പ് വഴിയിലേക്ക് ചേരാൻ നമ്മുടെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും സമൂഹത്തിനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഭിമാനബോധത്തോടെ ഈ നാട്ടിൽ ജീവിക്കാനും അവകാശങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. കോടിക്കണക്കിന് വരുന്ന വഖഫ് സ്വത്തിനെ അള്ളാഹു സംരക്ഷിക്കും വിധമുള്ള സാഹചര്യത്തെ സൃഷ്ടിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഈസിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ.